പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടി നമുക്ക് ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത് ആറാമത്തെ പാഠമാണ്. ആറാമത്തെ പാഠം നമ്മോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നതിനായി ഇന്ന് രണ്ട് വ്യക്തികൾ സ്റ്റുഡിയോയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ബ്രദർ അലൻ ലാസർ, അദ്ദേഹം നേരത്തെ കഴിഞ്ഞ സീരീസുകളിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇവിടെ തിയോളജി സ്റ്റുഡൻ്റാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പാസ്റ്റർ അരുണെയും ഞാൻ ഇന്നത്തെ ഡിസ്കഷനിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാം. ഇതിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചയിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത് യാഗങ്ങളെക്കുറിച്ചാണ്. യാഗങ്ങളുടെ പങ്കിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നാം പഠിക്കുവാനായിട്ട് പോകുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഈ ആഴ്ചയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മനപ്പാഠവാക്യം എന്നുള്ളത് വെളിപ്പാട് പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് മഹത്വം. നമുക്ക് ഈ പാഠപഠനത്തിൻ്റെ അനുഗ്രഹത്തിനായി ബ്രദർ അലനുമൊത്ത് പ്രാർത്ഥിക്കാം. അടിയങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കർത്താവേ, തിരുനാമത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ സമയം കർത്താവേ, അടിയങ്ങൾ അങ്ങയുടെ പാഠം പഠിക്കുവാനായിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അങ്ങയുടെ ആത്മാവിൻ്റെ അടിയങ്ങളെ നിറയ്ക്കണം, അടിയങ്ങളെ ഒരുക്കണം. ഇത് കാണുന്ന ഓരോരുത്തരെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാവാൻ അങ്ങ് ഇടയാക്കണം. സകല മാനമോത്വം അവിടെ നടക്കണം. അടിയങ്ങൾക്കായി ജീവനെ നൽകിയ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയൻ താഴ്മയുടെ യാചിക്കുമ്പോൾ അടിയൻ്റെ എളിയ യാചനയ്ക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ സ്വർഗീയ പിതാവാൻ ദൈവമേ. ആമേൻ. ആമേൻ. ബൈബിൾ നാം പഠിക്കുമ്പോൾ യാഗങ്ങൾ നമുക്കത് മാറ്റിവെക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും യാഗം അത് പഴയ നിയമം മുതൽ തന്നെ നാം കാണപ്പെടുകയാണ്. ഇവിടെ ലേഖകൻ പാഠം തുടങ്ങുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ടുള്ള ആ വിളിച്ചു പറയുന്ന ആ വാക്യത്തിലൂടെയാണ്. ക്രിസ്തുവിനെ കാണുമ്പോൾ യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ക്രിസ്തുവിനെ ഒരു കുഞ്ഞാടിനോട് ഉപമിച്ച് ഒരു യാഗത്തോട് സംബന്ധിപ്പിക്കുന്ന ഇതിലൂടെ നമ്മുടെ ലേഖകൻ ഈ ഭാഗം തുടങ്ങുന്നു. തുടർന്ന് വരുമ്പോൾ യാഗങ്ങളെക്കുറിച്ച് വീണ്ടും നാം പഠിക്കുന്നു. പാസ്റ്റർ അരുൺ, യാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇവിടെ യെശയ്യാവിൻ്റെ പ്രവചനം നാം പഠിക്കുമ്പോൾ അതിൽ 56 അല്ലെങ്കിൽ 1-ാം അധ്യായങ്ങളിൽ യാഗത്തെക്കുറിച്ച് നാം വായിക്കുന്നു. സങ്കീർത്തനങ്ങളിലായാലും യാഗങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. ഇവ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് എന്താണ് യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുക? ഇവയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യാഗങ്ങളെന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് പറയുന്നത്, പാപം ചെയ്യുന്നതായ വ്യക്തി തൻ്റെ പാപത്തിൻ്റെതായ മോചനത്തിന് വേണ്ടി എന്ത് ചെയ്യണമായിരുന്നു? യാഗങ്ങൾ അർപ്പിക്കണമായിരുന്നു. എന്നാൽ അത് സൂചിപ്പിച്ചിരുന്നതെന്ന് പറയുന്നത്, ഈ യാഗങ്ങൾ ഓരോന്നും സൂചിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കാരണം വചനം പഠിക്കുക പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് എന്നുള്ളത് പറയുകയാണ്. അപ്പോൾ നാം ദൈവത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഈ യാഗങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലപ്പോഴും യാഗങ്ങൾ കഴിക്കുന്നതായ വ്യക്തി ദൈവത്തിലേക്ക് നോക്കുകയും വീണ്ടും തിരിഞ്ഞ് പാപത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. നാം വീണ്ടും പാപത്തിലേക്ക് പോകാതെ ആ പാപം വിട്ടൊഴിഞ്ഞ് നമ്മൾ ദൈവത്തിലേക്ക് നോക്കണം. തീർച്ചയായിട്ടും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നോക്കുമ്പോൾ കയീനും ആബേലും ഇരുവരും ദൈവത്തിന് യാഗം സമർപ്പിക്കുന്നു. പക്ഷേ ഒരാളുടെ യാഗം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലായി തീർന്നു. ഞാൻ നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത്, ഇവരിൽ രണ്ടുപേരിൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു രീതിയുണ്ട്, ഇഷ്ടമില്ലാത്ത ഒരു രീതിയുണ്ട്. നാം എപ്രകാരമാണ് നമ്മുടെ യാഗങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത് ബ്രദർ അലൻ? ദൈവം അതിന് വളരെ വ്യക്തമായി നമുക്ക് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഏത് രീതിയിലുള്ള വസ്തുക്കൾ യാഗത്തിന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുമ്പോൾ ഊനമില്ലാത്തത് നമ്മൾ കൊടുക്കുക
ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള വസ്തുക്കളാണ് എന്താണ് നമ്മൾ യാഗം അല്ലെങ്കിൽ ദൈവത്തിന് കാഴ്ചയായിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, കൊടുക്കുന്ന ആളുടെ മനസ്സ്, നമ്മൾ എന്ത് ഉദ്ദേശത്തോടാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് താഴ്മയുടെ ഒരു അനുഭവം നമുക്കുണ്ടോ, അല്ലെങ്കിൽ നാം ദൈവത്തിനോട് എത്രത്തോളം വിധേയപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം നമ്മൾ താഴ്ന്നിരിക്കുന്നു, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ കുറവുകളെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ നോക്കേണ്ടത് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ദൈവത്തിനൊരു കാഴ്ച കൊണ്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറ്റങ്ങളെ, നമ്മുടെ കുറവുകളെ, അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ചെന്ന് നിൽക്കേണ്ടത്, ഒരു കാഴ്ച വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു യാഗമായിട്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ അങ്ങനെ പോകാത്തിടത്തോളം കാലം നമുക്ക് കയ്യിൻ്റെ കാര്യം അറിയാം. എന്താണ് കയ്യിൻ്റെ യാഗം എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താണ്, കയ്യിൻ്റെ മനസ്സിലെ വിചാരങ്ങൾ വേറെ ആയിരുന്നായിരിക്കാം. ആബേൽ എന്ത് ചെയ്തു, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ എന്നാണ് ഒരു യാഗം ദൈവം പറഞ്ഞതുപോലെ കൊണ്ട് കാഴ്ചവെച്ചു. സോ യാഗം അല്ലെങ്കിൽ കാഴ്ച സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ വിചാരങ്ങൾ അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ എത്ര തന്നെ യാഗങ്ങൾ അർപ്പിച്ചിരുന്നാലും, എത്ര ഊനമില്ലാത്ത ഒരു മൃഗത്തെ നാം സമർപ്പിച്ചിരുന്നാലും, നമ്മളുടെ ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്ന ദൈവത്തിന് അത് വളരെ പ്രധാനമാണ്. പാപി എന്ന തിരിച്ചറിവിൽ കുറ്റബോധത്തോടുകൂടി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ യാഗങ്ങളെ അർപ്പിക്കേണ്ടിയിരിക്കുന്നു. നന്ദി ബ്രദർ അലൻ. ഈ സമയം ഒരു ചെറിയ ഇടവേളയുടേതാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ചർച്ച തുടരാം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കൂടി വരിക. നമുക്ക് ഒത്തൊരുമിച്ച് യാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം തുടർന്ന് നമ്മുടെ പാഠത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ അരുൺ, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ യാഗങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. എന്താണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്? ഈ 10-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നതായ പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്, യാഗങ്ങൾ കൊണ്ട് നമുക്കൊരിക്കലും പാപത്തിനുള്ളതായ മോചനം ലഭിക്കുന്നില്ല. പാപമോചനം ലഭിക്കുന്നതെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. യാഗങ്ങൾ ഓരോന്നും കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ സകലവിധമായ യാഗങ്ങളും എന്ത് ചെയ്തു? നീങ്ങിപ്പോയി. അതുകൊണ്ട് വചനം തന്നെ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇനി ഒരു യാഗം നമുക്ക് ശേഷിച്ച് ഇരിപ്പില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് പാപമോചകൻ. നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ മോചകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഇനി നമുക്ക് മറ്റൊരു യാഗത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മുടെ പാപത്തിന് വേണ്ടി നമ്മൾ മൃഗങ്ങളെ അർപ്പിക്കേണ്ടതില്ല. നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിനോട് എന്ത് ചെയ്യുക? ഏറ്റുപറയുക. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ പറയുന്നത്, നാം നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഏറ്റുപറയണം, അവൻ നമ്മുടെ പാപങ്ങളെ മോചിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. തീർച്ചയായിട്ടും നന്ദി പാസ്റ്റർ. ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി പകരക്കാരനായി നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അറുക്കപ്പെട്ട ആ കുഞ്ഞാട് എന്ന് നാം തിരിച്ചറിയുന്നു. ബ്രദർ അലൻ, യെശയ്യാവിൻ്റെ പ്രവചനം 53-ാം അധ്യായത്തിലും ഈ വെളിപ്പാട് 5-ലുമെല്ലാം നാം താരതമ്യം ചെയ്ത് പഠിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ച് എപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും? യേശു ക്രിസ്തുവിൻ്റെ യാഗം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് യാഗത്തിന് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ യാഗം അല്ലെങ്കിൽ ദൈവത്തിന് കാഴ്ച അർപ്പിക്കുന്ന എന്താണെങ്കിലും അതൊരു ഇപ്പോൾ കുഞ്ഞാട്, ആ കുഞ്ഞാടിനായി ഊനമില്ലാത്തതായിരിക്കണം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ യാതൊരു ഊനവുമില്ല, യാതൊരു കുറ്റവുമില്ല, കുറവുമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എന്താണ് ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രൂശീകരണ സമയത്താണ് ഈ ലോകത്തിൻ്റെ സകലമാന പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ഏൽക്കേണ്ടി വന്നത്. അതുവരെ അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആയിട്ടൊരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞാടിനെ മാത്രമേ എന്താണ് നമുക്ക് യാഗമായിട്ട് അർപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ പ്രാധാന്യം
ഏറ്റവും അധികം പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ്. കാരണം യാതൊരു കുറ്റവും കുറവുമില്ലാതെ ഈ മനുഷ്യകുലത്തിലേക്ക് വന്ന് മനുഷ്യരെ സേവിച്ച് ഈ ലോകത്തിൻ്റെ പാപത്തെ മൊത്തം സ്വന്തം ചുമലിൽ ഏറ്റുകൊണ്ടെന്നാണ് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി മാറി. അപ്പോൾ ഇതിന് മുന്നേ നടന്നു വന്നുകൊണ്ടിരുന്ന യാഗങ്ങൾ, മറ്റ് മൃഗബലികൾ, യാഗങ്ങളെല്ലാം എന്താണ്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തോടെ അവിടെ പൂർത്തീകരണം സംഭവിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും മേലായ ഉത്തമമായ ഒരു യാഗം, അതാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും മരണത്തിലും കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ യാഗത്തിൽ സകല മാനവകുലത്തിൻ്റെയും പാപത്തിന് മോചനം നേടി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർ അലൻ പറഞ്ഞതുപോലെ തന്നെ ഊനമില്ലാത്ത കുഞ്ഞാട്. ഭൂമിയിൽ കാണപ്പെട്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഊനമില്ലാത്തവൻ എന്ന രീതിയിൽ കർത്താവ് ജീവിച്ചു. ഒരു കുറ്റമോ ഒരു കുറവോ ഇല്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാടിനെ പോലെ ആയിത്തീരുവാൻ നമുക്ക് എങ്ങനെ കഴിയും ബ്രദർ? ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ഊനമില്ലാത്ത സ്വഭാവം നമ്മളിൽ കൊണ്ടുവരുവാൻ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥന എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതിനൊക്കെ അത്രയും നമുക്ക് വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. പ്രാർത്ഥനയോടൊപ്പം നമ്മൾ തീർച്ചയായിട്ടും എന്താണ്, വേദപുസ്തകം പഠിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കുക. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് വരച്ച് കാട്ടിയിട്ടുണ്ട്. ആ രീതി നമ്മൾ പിന്തുടരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായി നമ്മൾ പ്രാർത്ഥനയിലൂടെ എന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ആവശ്യപ്പെടുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എന്താണ്, നമ്മുടെ ആത്മാർത്ഥതയോടെ നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ ജീവൻ നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവ് കാണിച്ചെന്ന മാതൃകയിൽ നമുക്കും ജീവിക്കാനായിട്ട് സാധിക്കും. പലരും പറയും ക്രിസ്തു ദൈവമാണ്, അതുകൊണ്ടാണ് ഇപ്രകാരം ജീവിക്കുവാൻ കഴിഞ്ഞത്, നമുക്ക് കഴിയുകയില്ല എന്ന്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ക്രിസ്തു നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു. പരീക്ഷകളാൽ വലഞ്ഞിരുന്ന ഒരു മനുഷ്യൻ തന്നെ. പക്ഷേ ബ്രദർ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. താൻ ചെയ്ത ശുശ്രൂഷ വിജയം കണ്ടെത്തേണ്ടതിന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യൻ. എനിക്ക് തോന്നുന്നു അതുതന്നെ ആയിരിക്കണം വിശുദ്ധിയുള്ള ഊനമില്ലാത്തൊരു ജീവിതം നയിക്കുവാൻ ക്രിസ്തുവിനെ സഹായിച്ചതും. ആ മാതൃക നാം പിന്തുടരുന്നുവെങ്കിൽ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ കഴിയും. നമ്മുടെ പാപങ്ങൾ ക്രിസ്തുവിലൂടെ വിമോചിതരായ നമുക്ക് അവനെപ്പോലെ തന്നെ പാപമില്ലാത്ത മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ദൈവനാമോഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ കഴിയുമായിരിക്കും. വളരെ നന്ദി ബ്രദർ അലൻ. നമുക്ക് ഈ സമയം ഒരു ചെറിയ ഇടവേളയ്ക്ക് പോകാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മുടെ യാഗങ്ങളെക്കുറിച്ച് ഉള്ള ക്ലാസ്സുകൾ, ഡിസ്കഷൻ തുടങ്ങാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, തീരെ പാപമില്ലാത്ത ഊനമില്ലാത്ത കുഞ്ഞാടായ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി മാറി. അവൻ്റെ മരണം നമ്മളെ പാപങ്ങളിൽ നിന്ന് വിമോചിക്കുവാനും നാം അവനെപ്പോലെ ആയി അവൻ്റെ സമ്പത്തിൽ, അവൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുവാനുമാണ്. അതിനെ മാനിക്കാതെ നാം ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ മരണം വ്യർത്ഥമായി പോകും. ആകയാൽ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ഊനമില്ലാത്തവരായി ജീവിക്കുവാൻ. ഇപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്കിനുള്ളൊരു സമയമാണ്. അതിനുശേഷം വീണ്ടും നാം കാണും. വീണ്ടും ഈ യാഗത്തെക്കുറിച്ച് നാം പഠിക്കും. ദൈവനാമം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. നാം യാഗങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടുവരികയാണ്. തുടർന്ന് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാവുന്നതാണ്. പാസ്റ്റർ അരുൺ, തുടർന്ന് നാം ഈ പാഠം പഠിച്ചു വരുമ്പോൾ ഹഗായിയിൽ നാം എത്തി നിൽക്കുകയാണ്. ഹഗായി 2-ാം അധ്യായത്തെക്കുറിച്ച് ലേഖൻ പരാമർശിക്കുന്നു. എന്താണ് നമുക്കവിടെ പഠിക്കുവാനായിട്ടുള്ളത്? ഈ 2-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആദ്യത്തെ ആലയം, ദൈവത്തിൻ്റെ ആലയം പണിതപ്പോൾ അവിടെ വളരെ മനോഹരമായിട്ടായിരുന്നു പണിതിരുന്നത്. അപ്പോൾ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ മനോഹരം. അത് അറിയുവാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, അന്ന് നിലവിളക്ക് വെച്ചിരുന്നതായ നിലവിളക്കിൽ എണ്ണ ആദ്യം ഒഴിച്ചിരുന്നു. പിന്നീട് എണ്ണ ഒഴിക്കേണ്ടതായി വന്നില്ല. കാരണം അത് നിരന്തരം കത്തിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ പ്രഭ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്
കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആലയം വരുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നതായ ആലയത്തിലെ പ്രഭ രണ്ടാമത്തെ ആലയത്തിൽ കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അന്നുണ്ടായിരുന്നതായ ജനങ്ങൾ കരുതി ഈ ആലയത്തിൽ ആദ്യം ഉണ്ടായിരുന്നതായ ആ പ്രഭ ഇല്ലല്ലോ എന്നുള്ളത് കരുതി. എന്നാൽ രണ്ടാമത്തെ ആലയത്തിലും അതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സത്യം അവിടെ ഉണ്ടായിരുന്നു. കാരണമെന്ന് പറയുന്നത് അരുമനാഥനായ കർത്താവായ യേശു ക്രിസ്തു ആ രണ്ടാമത്തെ ആലയത്തിൽ, കാരണം വചനം പഠിക്കുമ്പോൾ പറയുന്നത് ദൈവം നമ്മോടുകൂടെ, കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്തു ചെയ്യാണ്? ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയും. ഈ ഭാഗമാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അത് നാം ചിന്തിക്കുമ്പോൾ മനോഹരവും നമുക്ക് സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. അതായത് ദൈവം നമ്മോടുകൂടെ നമ്മുടെ മധ്യേ ഇരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. ബ്രദർ അലൻ, തുടർന്ന് നാം പഠിച്ചു വരുമ്പോൾ യെശയ്യാവ് പ്രവചനം 6-ാം അധ്യായത്തെക്കുറിച്ചും വെളിപ്പാട് 4-ാം അധ്യായത്തെക്കുറിച്ചും ഇവിടെ ലേഖൻ പരാമർശിക്കുന്നുണ്ട്. എന്ത് പാഠങ്ങളാണ് നാം ഇവിടെ പഠിക്കുവാൻ നിൽക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനത്തിലും വെളിപ്പാടിലും രണ്ട് പ്രവാചകന്മാർ രണ്ട് കാലഘട്ടത്തിൽ കാണുന്ന രണ്ട് ദർശനങ്ങളാണ്. പക്ഷേ അവർ രണ്ടുപേരും കാണുന്നത് എന്താണ്? സ്വർഗത്തിലെ സിംഹാസന മുറി. അവിടെ നടക്കുന്ന കാര്യങ്ങളും ഏതാണ്ട് സമാനതകൾ ഉള്ളതാണ്. അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും, സിംഹാസനത്തിന് മുന്നിൽ എന്താണ്? നമ്മുടെ കർത്താവായ ദൈവം ഉണ്ട്, 4 ജീവികളുണ്ട്, മറ്റ് സ്വർഗത്തിലെ 24 മൂപ്പന്മാർ, ദൂതന്മാർ എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് യെശയ്യാവിലെ പ്രവചനത്തിൽ നമുക്ക് വളരെ മഹത്വപരവും ശക്തികരവുമായിട്ട് എന്താണ് ഇതിവിടെ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യെശയ്യാവ് പ്രവാചകൻ അവിടെ കാണുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ മഹത്വത്താൽ അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിനൊരു ചിന്ത വരുവാണ്, ഇത്രയും മഹത്വവാനായ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ എന്താണ് ഞാൻ യോഗ്യനല്ല. അങ്ങനെ ഒരു ചിന്തയാണ് നമ്മൾ ഓരോരുത്തർക്കും തീർച്ചയായിട്ടും വേണ്ടത്. കാരണം നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കിയ നമ്മുടെ ഉടമസ്ഥനായ അത്രയും മഹത്വവാനും ബലവാനുമായുള്ള ദൈവത്തിന് മുമ്പിൽ വെറും ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി മാത്രമായ നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്ന് നമ്മൾ ലോകത്ത് നോക്കുമ്പോൾ എന്താണ്? ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് ചിന്തയോടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അധികാരങ്ങൾക്ക് വേണ്ടിയും പണത്തിന് വേണ്ടിയും ഇഷ്ടം പോലെ ഓടുന്ന ആൾക്കാർ. അപ്പോൾ ദൈവത്തിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിനേക്കാൾ മുകളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇന്ന് കൂടുതലും ഉള്ളത്. പക്ഷേ ഇവിടെ യശയ്യാ പ്രവാചകൻ കാണിച്ചു തന്നെ എന്താണ്? ഞാനൊന്നുമല്ല എന്നൊരവസ്ഥയിലേക്ക് എന്താണ് യശയ്യാ പ്രവാചകൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ രണ്ട് വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ദൈവത്തെക്കുറിച്ച് മറ്റൊരു പ്രധാനമായ സത്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം പരിശുദ്ധൻ 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 എന്നതാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് അവിടെ നമുക്ക് വെളിവായി കിട്ടുന്നത്. സ്വർഗത്തിലുള്ള അത്രയും ജീവികൾ അല്ലെങ്കിൽ ഈ ജീവികളാകട്ടെ, 24 മൂപ്പന്മാരാകട്ടെ, മറ്റ് ദൂതന്മാരാകട്ടെ, എല്ലാവരും ഒരേപോലെ പറയുന്നത് എന്താണ്? ദൈവം പരിശുദ്ധൻ എന്നാണ്. അപ്പോൾ സാത്താൻ്റെ കള്ളങ്ങൾ എന്താണ്? ഭൂമിയിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ക്രൂരനാണ് അല്ലെങ്കിൽ ദുഷ്ടനാണ്, സ്നേഹമില്ലാത്തവനാണെന്നാണ് സാത്താൻ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രവാചകന്മാരും അവരുടെ ദർശനത്തിൽ അവർ കണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ ഈ പരിശുദ്ധമായ അവസ്ഥ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം, ഇതെല്ലാം അവിടെ എന്താണ് രണ്ട് പ്രവാചകന്മാർ നേരിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ക്യാരക്ടർ, എന്താണ് ദൈവത്തിൻ്റെ മഹത്വം, ഇതെല്ലാം രണ്ട് സ്ഥലത്തും തീർച്ചയായിട്ടും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. ദൈവം പരിശുദ്ധൻ. അത് അവരുടെ ആ വാക്കുകൾ നമ്മുടെ കണ്ണുകളെ തുറക്കുന്നതാണ്. സ്വർഗം മുഴുവനും രാപ്പകലില്ലാതെ പറയുന്നു, അവൻ പരിശുദ്ധൻ. ദൈവത്തിന് സ്തോത്രം. നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്ക് മാറ്റമില്ലാതെ പരിശുദ്ധിയിൽ തന്നെ കാണുവാൻ കഴിയുന്നു. ലേഖൻ പറയുന്നു, ക്രൂശിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം കാണുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ അളവില്ലാത്ത നമ്മോടുള്ള സ്നേഹം, അതായത് അവൻ തന്നെ നമുക്ക് വേണ്ടി ത്യജിക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം. രണ്ടാമതായി ക്രൂശിൽ നാം കാണുന്നത് നമ്മെ തന്നെ, നമ്മുടെ പാപങ്ങൾ, വീണുപോയ മാനവകുലം, ഇതെല്ലാം ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ക്രൂശിൽ മാത്രമല്ല, നമ്മുടെ കണ്ണിന് മുൻപിൽ നമ്മുടെ ജീവിതം തന്നെ അവൻ്റെ സ്നേഹത്താൽ നിലനിൽക്കുന്നുവെന്ന് നാം തിരിച്ചറിയുന്നു. പെസഹയിൽ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ ജീവൻ
നിലനിർത്തുന്നതിന്, നമുക്ക് നിത്യമായ സന്തോഷം ലഭിക്കേണ്ടതിന് അവൻ നമുക്ക് പകരമായി മരണമടഞ്ഞു. ഇതിന് പകരമായി ജീവിക്കുന്നതല്ലേ നമ്മുടെ? തീർച്ചയായും ദൈവത്തിന് മഹത്വം. നന്ദി ഇരുവർക്കും ഇത്രയും നേരവും ഞങ്ങളെ ഈ പാഠപഠനത്തിലൂടെ നയിച്ചതിന്. ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള പ്രേക്ഷകരെ, ഈ യാഗങ്ങൾ പഠിക്കുന്നത്, ഈ യാഗങ്ങളിലേക്ക് നോക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു നൽകുന്നു. ഓരോ യാഗങ്ങളും അവനിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യാഗം ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെത് തന്നെ. ആ യാഗം എന്തിനുവെന്ന് ആലോചിക്കുന്നത് നമുക്ക് നിത്യജീവൻ. അതെ, അവന് മഹത്വം ഇന്നും എന്നേക്കും. ഇത്രയും നേരവും ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഹോപ്പ് ചാനലിലൂടെ ഇനിയും നിങ്ങൾ കൂടി വരിക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളോട് ഒത്തുചേർന്ന് പഠിക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.